ദുബായ് നഗരത്തിലൂടെയുള്ള യാത്രകൾക്ക് ഇനി ചിലവ് വർദ്ധിക്കും. എമിറേറ്റിൽ പുതിയ 2 സാലിക് ഗേറ്റുകൾ കൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഇതോടെ നഗരത്തിലെ ആകെ സാലിക് ഗേറ്റുകളുടെ എണ്ണം 8 നിന്നും 10 ഉയർന്നു. ദുബായ് അൽഖൈൽ റോഡിലെ ബിസിനസ് ബേ ക്രോസിംഗിലും അൽമൈദാൻ സ്ട്രീറ്റിനും ഉമ്മുൽ സീഫ് സ്ട്രീറ്റിനുമിടയിൽ ഷെയ്ഖ് സായിദ് റോഡിലെ അൽസഫ സൗത്തിലുമാണ് പുതിയ ടോൾ ഗേറ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. 100% സൗരോർജ്ജത്തിലാണ് പുതിയ 2 ഗേറ്റുകളും പ്രവർത്തിക്കുന്നത്. പുതിയ ഗേറ്റുകൾ കൂടി പ്രവർത്തന സജ്ജമാകുന്നതോടെ ദുബായിലെ പ്രധാന റോഡുകളിലെ വാഹനത്തിരക്ക് 42% കുറയുമെന്നാണ് RTA വിലയിരുത്തൽ. നിലവിലുള്ള 8 ടോൾ ഗേറ്റുകളിലൂടെ 59 കോടി 30 ലക്ഷം വാഹനങ്ങളാണ് കഴിഞ്ഞ വർഷം കടന്നുപോയത്. 4 ദിർഹമാണ് ടോൾ നിരക്ക്. സാലിക് ഗേറ്റിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് സാലിക് ടാഗ് നിർബന്ധമാണ്. പുതിയ വാഹനങ്ങൾക്ക് ടാഗ് സ്ഥാപിക്കാനും ആക്ടിവേറ്റ് ചെയ്യാനും 10 ദിവസത്തെ സാവകാശമുണ്ട്. അറ്റകുറ്റപ്പണിക്കായി ജനുവരി 16 വരെ ഭാഗികമായി അടയ്ക്കുന്ന മക്തൂം പാലത്തിലൂടെ രാത്രി 10 മുതൽ 6 വരെ ടോൾ ഈടാക്കില്ല. ടാഗില്ലാതെ കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് ആദ്യ തവണ 100 ദിർഹവും രണ്ടാം തവണ 200 ദിർഹവും ഫൈൻ ഈടാക്കും. തുടർന്നുള്ള ഓരോ തവണയും 400 ദിർഹമാണ് ഫൈൻ. അൽബർഷ, ഗർഹൂദ്, മക്തൂം, മംസാർ സൗത്ത്, മംസാർ നോർത്ത്, അൽസഫ സൗത്ത്, എയർപോർട്ട് ടണൽ, ജബൽ അലി, ബിസിനസ് ബേ എന്നിവിടങ്ങളിലാണ് നിലവിൽ ടോൾ ഗേറ്റുകൾ ഉള്ളത്. ഈ വർഷം ജൂൺ അവസാനം വരെ 23 കോടി 85 ലക്ഷം വാഹനങ്ങൾ സാലിക് ഗേറ്റിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. 100 കോടിയിലേറെ ദിർഹമാണ് ഇക്കാലയളവിലെ സാലിക്കിലൂടെയുള്ള വരുമാനം.